ഇന്ത്യയിൽ കാര്യമായ രീതിയിൽ LNG ഷോർട്ടേജ്. ഇത് മുൻകൂട്ടി തന്നെ നമ്മൾ പറഞ്ഞിരുന്ന വിഷയങ്ങളാണ്. യുദ്ധം ഇതേ മാതൃകയിൽ നീണ്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഷോർട്ടേജുകളൊക്കെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും. അതിൽ യാതൊരു മാറ്റമില്ല. LNG പ്രധാനമായിട്ടും നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്നത് മിഡിൽ ഈസ്റ്റ് മേഖലയിലാണ്. മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിന്നും ഇറാൻ ഒരു രീതിയിലുള്ള ഷിപ്മെൻറ്റുകളും കടത്തിവിടുന്നില്ല. പ്രത്യേകിച്ച് അവർ ടോൾ പിരിക്കുമെന്ന് നിർബന്ധം പിടിക്കുകയും അഥവാ ടോൾ കൊടുത്തിട്ട് നമുക്ക് LNG ഷിപ്പുകൾ നമ്മൾ കൊണ്ടുവരാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ ടോൾ കൊടുത്തിട്ട് വരുന്ന കപ്പലുകളെ അമേരിക്ക അനുവദിക്കില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള അമേരിക്കയും ഇറാനും തമ്മിൽ നടക്കുന്ന ഈ മത്സരത്തിൽ മറ്റുള്ളവർക്ക്, ഇന്ത്യക്ക് മാത്രമല്ല ഒരുപാട് രാജ്യങ്ങൾക്ക് ഇതേ മാതൃകയിലുള്ള പ്രശ്നങ്ങളുണ്ട്. LNG കരുതലോടുകൂടി ഉപയോഗിക്കുക. നിങ്ങളുടെ വീട്ടിലുള്ള LPG സിലിണ്ടറുകൾ കെയർഫുള്ളായിട്ട് ഉപയോഗിക്കുക. പരമാവധി മറ്റു മാർഗങ്ങളിലുള്ള ഫ്യൂവൽ സിസ്റ്റംസ് അറേഞ്ച് ചെയ്യുക. വിറകടുപ്പുള്ളവർ വിറകടുപ്പ് ഉപയോഗിക്കുക. ഇപ്പം നല്ല മഴയാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ വിറകടുപ്പ് പുറത്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. വിറക് നനയാതെ സൂക്ഷിക്കണം. പിന്നെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കറണ്ടടുപ്പുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമാവും. ഈ ഇൻഡക്ഷൻ കുക്കർ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഹെൽപ്ഫുള്ളാവും. LNG കിട്ടുന്നില്ല, അത് കൃത്യമായിട്ട് ഉറപ്പുവരുത്താൻ ബാധ്യസ്ഥരായിട്ടുള്ള ഗവൺമെൻറ്റിന് പോലും അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് നിയന്ത്രണ വിധേയമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. LNG സപ്ലൈ റെഗുലറൈസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മാറിയിട്ടുണ്ട്. LNG പ്രതിസന്ധി അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനിയിപ്പോൾ LNG പ്രതിസന്ധിയെ മറികടക്കാൻ നമ്മൾ പല പ്ലാനുകളും ഇപ്പം നമ്മൾ ഇനിഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറേ കാലം മുന്നേ കൂട്ടി തന്നെ ഇനിഷ്യേറ്റ് ചെയ്യണമായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒമാനുമായിട്ടുള്ള സബ് സീ അണ്ടർ വാട്ടർ പൈപ്പ് ലൈൻ 40,000 കോടി ചിലവിൽ അങ്ങനെ ഒരു പ്രോജക്റ്റ് നമ്മളിപ്പോൾ ഇനിഷ്യേറ്റ് ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ഗുജറാത്തിനെ ഒമാൻ പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു പൈപ്പ് ലൈൻ. അത് UAEയും അതിനകത്ത് ബന്ധിപ്പിക്കും. അപ്പോൾ ഇത്തരത്തിലൊരു പൈപ്പ് ലൈൻ പ്രോജക്റ്റ് നമ്മളിപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആവാൻ ഇനിയും 4-5 വർഷങ്ങളെടുക്കും. അത്തരത്തിൽ ലോങ് ഡ്യൂറേഷൻ വേണ്ട ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതിൽ പുതിയൊരു അറിയിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡമാൻ നിക്കോബാറിൽ ഐലൻഡിൽ വിജയപുരം 3 എന്ന് പറഞ്ഞ ആ ഒരു വെൽ സെക്ടറിൽ ആൻഡമാൻ നിക്കോബാറിൽ നിന്ന് നോർത്ത് വെസ്റ്റ് 15 കിലോമീറ്റർ നീങ്ങി നാച്ചുറൽ ഗ്യാസ് ശേഖരം കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യ. പുതിയ അറിയിപ്പാണ്. അവിടെ ധാരാളം ഗ്യാസ് അവൈലബിൾ ആണ്, നാച്ചുറൽ ഗ്യാസ്. ശരിക്കും അവിടെ ഓൾറെഡി തന്നെ നമ്മൾ ഒരു പോർട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ മിലിറ്ററി സെറ്റപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും സ്ട്രൈറ്റ് ഓഫ് മലാക്കയുടെ തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ വളരെ നിർണായകമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി ചെക്ക് പോയിൻ്റാണത്. ചൈനയ്ക്ക് ഒരു ഡെഡ് ലോക്ക് പോയിൻറ്റുമാണത്. അപ്പം അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഇന്ത്യ ആ ഒരു മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ രാഹുൽ ഗാന്ധി അവിടെ പോയിട്ട് വെള്ളത്തിലൊക്കെ ചാടി വീഡിയോ ഒക്കെ എടുത്തിട്ടിട്ടുണ്ട്. പുള്ളിക്കാരൻ പറയുന്നത് നമ്മൾ ഈ പരിപാടികളൊന്നും അവിടെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ശരിക്കും വി ഗിവ് മോർ ഇമ്പോർട്ടൻസ് ഓൺ ഗ്രീൻ റാദർ ദൻ ഗ്രീഡ് എന്നൊക്കെയുള്ള ഒരു ടൈറ്റിൽ ലൈനൊക്കെ എഴുതി കുറിച്ചുകൊണ്ടാണ്, ആ ഒരു അടിക്കുറിപ്പോട് കൂടിയാണ് രാഹുൽ ഗാന്ധി ആ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫോറസ്റ്റിലൂടെ പോകുന്നത് പോലെയും അതേപോലെ തന്നെ ട്രൈബൽ ഗ്രൂപ്പുകളുടെ ആ ഒരു ഇടയിലേക്ക് പോകുന്നത് പോലെയും അതേപോലെ വെള്ളത്തിൽ മുങ്ങുന്ന വീഡിയോ ഒക്കെയാണ് ഇട്ടിരിക്കുന്നത്. അത് കൂടുതലും നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു വീഡിയോ. ഈ സ്ഥലത്ത് ഗവൺമെൻറ് ഒരു രീതിയിലുള്ള പണിയും ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നാച്ചറിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ, പക്ഷേ മനുഷ്യന് പ്രയോറിറ്റി കൊടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാവാം. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമ്മൾ നാച്ചറിനെ ഡിസ്റ്റർബ് ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല, അത് ഉറപ്പാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ അഗ്രികൾച്ചർ എടുക്കൂ. അഗ്രികൾച്ചർ തന്നെ, കൃഷി അത് തന്നെ നാച്ചറിന് വിരുദ്ധമാണ് ആണല്ലോ. കാരണം നമ്മൾ കൃഷിയിൽ എന്താണ് ചെയ്യുന്നത്? പണ്ടൊക്കെ മനുഷ്യർ കാട്ടിൽ എന്താണോ വിളഞ്ഞിരുന്നത് അത് പോയി പറിച്ചുകൊണ്ട് വന്ന് തിന്നുന്നൊരു സ്വഭാവമായിരുന്നു. പിന്നീട് നമുക്ക് എന്താണോ ആവശ്യം അത് സെലക്ട് ചെയ്ത് നമ്മൾ പ്രത്യേക സ്ഥലത്ത് കൊണ്ടുവന്ന് കൃഷി ചെയ്ത് ജീവിക്കാൻ തുടങ്ങി. ആ കൃഷി ചെയ്ത് ജീവിക്കുന്ന സമയത്ത് നമ്മൾ സെലക്റ്റീവായിട്ടുള്ള കൃഷിയാണ് നമ്മൾ ചെയ്യുന്നത്. ആ സെലക്റ്റീവ് കൃഷിയെ നമ്മൾ സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിന് വേലി കെട്ടി. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ പുൽച്ചാടികൾ ഉൾപ്പെടെയുള്ള പല ജീവികളെയും നമ്മൾ അതിൽ നിന്നും അകറ്റി അവരുടെ ആവാസ വ്യവസ്ഥയെ നമ്മൾ നമ്മളുടെ ആവാസ വ്യവസ്ഥയാക്കി മാറ്റി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നാച്ചറിനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് തന്നെയാണ് കൃഷി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് കൃഷി നാച്ചറാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃഷി നാച്ചറിന് വിരുദ്ധമാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന് പ്രാഥമിക മുൻഗണന കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് മനുഷ്യന് വേണ്ട രീതിയിൽ എന്താണോ നമ്മൾ ചെയ്യേണ്ടത് അത്തരത്തിലുള്ള പ്രവൃത്തികളൊക്കെ ആവാം. നമ്മൾ നാച്ചുറൽ ഗ്യാസ് അവിടെ നിന്ന് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രില്ലിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പണികൾക്ക് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് ലെവൽ വർക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്ലാൻ ചെയ്യുന്നതായിട്ട് എനർജി മിനിസ്റ്റർ ഹർദീപ് സിംഗ് പുരി
സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് പറയുന്നുണ്ട്. ഹർദീപ് സിംഗ് പുരി തന്നെയാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തുവിട്ടത്. ഇങ്ങനൊരു നാച്ചുറൽ ഗ്യാസ്, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ശേഖരം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇത് ഡ്രില്ലിങ്ങിലൂടെ ഈ ഗ്യാസ് നമ്മൾ മാർക്കറ്റിൽ എത്തിക്കുമ്പോൾ ശരിക്കും നമ്മൾക്ക് 30% നീഡ് ഇന്ത്യക്കുള്ളിൽ ഇത് വെച്ചിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നാണ് എനർജി മിനിസ്റ്റർ പറയുന്നത്. ഇപ്പം നമുക്ക് LNG എടുക്കാൻ 2 സ്പോട്ടുകളാണുള്ളത്. ഒന്ന് കൃഷ്ണ ഗോദാവരി, മറ്റൊന്നിപ്പം ആൻഡമാനിൽ കണ്ടെത്തിയിരിക്കുന്ന വിജയപുരം പ്രോജക്റ്റ്. ഈ 2 സ്ഥലങ്ങളിലാണ് നമുക്കിപ്പം LNG കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നിലവിൽ നമുക്ക് 6 to 7% ആണ് ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ LNGയിൽ. അത് ഇന്ത്യക്ക് ഒട്ടും തന്നെ സഫീഷ്യൻ്റ് ആയിട്ടുള്ളൊരു ക്വാണ്ടിറ്റി അല്ല, അതെല്ലാവർക്കും അറിയാം. ഇപ്പം ആൻഡമാനിൽ നമ്മൾ എടുത്താൽ തന്നെയും 30% മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ വീണ്ടും നമ്മൾ LNG ഇറക്കുമതി ചെയ്യേണ്ട ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഉള്ളത്. കാരണം അത്രമാത്രം പോപ്പുലേഷൻ ഉണ്ട്. പിന്നെ ഈ ജന്തർ മന്ദറിൽ പോയിട്ട് സമരം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ജെൻസി പാർട്ടികൾ എന്ന് വിളിക്കുന്ന ഈ ജെൻസി പുതിയ തലമുറയിൽപ്പെട്ട യുവാക്കൾ എന്തുകൊണ്ടായിക്കോട്ടെ, ജോലിയില്ല പ്രധാനപ്പെട്ട പരിപാടി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ജോലിയില്ലാത്ത പരിപാടി എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല. പിന്നെ ഫോറിൻ രാജ്യങ്ങളിൽ ഈ ജോലിയില്ലാത്ത പരിപാടി അവരെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് പറഞ്ഞാൽ, അവിടുത്തെ യുവാക്കൾക്ക് ചെറിയൊരു സ്റ്റൈഫൻഡ് കൊടുക്കും. ആ സ്റ്റൈഫൻഡ് എങ്ങനെയാണ് കൊടുക്കുന്നത് പറഞ്ഞാൽ, ജോലിയുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്നും 48%, 40% ടാക്സ് അവർ പിരിച്ചെടുക്കും. ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ 18% ടാക്സ്, അതുപോലെ മാക്സിമം 25% ടാക്സാണ് ഇന്ത്യയിലുള്ളത്. പക്ഷേ ഫോറിൻ കൺട്രീസിൽ എല്ലാം ഭംഗിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. ഫിംഗർ ടിപ്സിൽ നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും. എക്സെപ്റ്റ് ഹോസ്പിറ്റൽ കേസസിന് മാത്രമാണ് വിദേശ രാജ്യങ്ങളിൽ വലിയ ബുദ്ധിമുട്ട്. UK ആയാലും ശരി തന്നെ, അമേരിക്ക ആയാലും ശരി തന്നെ, നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിൽ അതിന് ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ചെറിയ ഡിസ്പെൻസറി ക്ലിനിക്കുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റും. അതും തന്നെ അപ്പോയിൻമെൻ്റ് എടുത്തൊക്കെ പോകാൻ പറ്റുള്ളൂ. ഇന്ത്യയെ പോലെ പെട്ടെന്ന് ചാടിക്കയറി ആശുപത്രിയിൽ പോകാൻ പറ്റത്തില്ല. ആ ഒരു ഫെസിലിറ്റി അവിടെ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വലിയ രീതിയിൽ ടാക്സ് പിരിച്ചെടുത്തുകൊണ്ട് ആ ടാക്സിൽ നിന്നും ചെറിയൊരു തുക സ്റ്റൈഫൻഡായിട്ട് കൊടുക്കും ഈ ജോലിയില്ലാത്ത ആൾക്കാർക്ക്. അതുമാത്രമല്ല, അവർ ജോലിക്ക് ഇൻ്റർവ്യൂ തരപ്പെടുത്തി കൊടുക്കും. ഒരു 3 ഇൻ്റർവ്യൂ ആഴ്ചകളിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കും. ഒരു മാസത്തിൽ മിനിമം ഒരു 4-5 ഇൻ്റർവ്യൂ കോൾ കിട്ടും. ഇപ്പോൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, എബിലിറ്റി ഉണ്ടെങ്കിൽ ആ ജോലി കിട്ടും. അങ്ങനത്തെ സംവിധാനങ്ങളൊക്കെയാണ് ഈ ഡെവലപ്ഡ് രാജ്യങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങളിലൊക്കെ ഉള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ അതേസമയം ഇന്ത്യയിൽ ഇപ്പം ജോലിയില്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്പുലേഷൻ വളരെ വലുതാണ്. ഇപ്പം ഈ ജെൻസി പ്രൊട്ടസ്റ്റ് അവരുടെ ആവശ്യം നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടും ആപ്റ്റ് ആയിട്ടുള്ളൊരു ആവശ്യമായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ തോന്നുന്നെങ്കിൽ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ പോപ്പുലേഷൻ അത്രമാത്രമുണ്ട്. ലക്ഷക്കണക്കിന് കുട്ടികളാണ് ഓരോ വർഷം പഠിച്ച് പുറത്തിറങ്ങുന്നത്. ഇവർക്കെല്ലാം ജോലി കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല, അത് പ്രാക്ടിക്കലല്ല. ഇപ്പം ഈ ഇന്ത്യക്കാർ എന്തുകൊണ്ടാണ് എല്ലാ രാജ്യങ്ങളിലും പോയി ജോലി എടുക്കുന്നത് പറഞ്ഞാൽ, അത് പ്രത്യേകിച്ച് നമ്മുടെ പോപ്പുലേഷനാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ യങ്സ്റ്റേഴ്സ് ഉള്ളൊരു കാലഘട്ടത്താണ് ജീവിക്കുന്നത് ഇന്ത്യക്കുള്ളിൽ. എല്ലാവർക്കും ജോലി വേണം. ഇതിപ്പം ഇന്ത്യക്കുള്ളിൽ എത്ര റെവല്യൂഷൻ നടന്ന് ഏത് പാർട്ടി വന്നാലും ഈ ജോലി എന്ന് പറഞ്ഞ കാര്യം വിട്ടേക്കും. അത് ആരെ കൊണ്ടും സാധ്യമാക്കാൻ പറ്റുന്ന കാര്യമല്ല. അത് പുതിയ പുതിയ സ്ഥാപനങ്ങൾ ഇന്ത്യക്കുള്ളിൽ ഉണ്ടാകുന്നതനുസരിച്ച് ജോലി ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പം ഞാനൊരു കമ്പനി തുടങ്ങുന്നു, തീർച്ചയായിട്ടും ജോലിക്ക് ആളെ വെച്ചല്ലേ പറ്റൂ. അവിടെ പോയിട്ട് ഗവൺമെൻറ്റിൻ്റെ കഴിവ് കൊണ്ടാണ് ഒരാൾക്ക് ജോലി കിട്ടിയതെന്നോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കഴിവുകൾ കൊണ്ടാണ് ജോലി കിട്ടാത്തതെന്നോ പറയാൻ പറ്റത്തില്ല. അതൊരു ക്രിട്ടിക്കൽ ഏരിയയാണ്. കാരണം അവിടെ ഒരു ഇൻവെസ്റ്റർ വരണം, അയാളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഒരു സ്മോൾ SME ആണെങ്കിൽ പോലും ഒരു 5 പേര് മുതൽ 50 പേര് മുതൽ 100 പേർക്ക് താഴെ ജോലി കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള കമ്പനികൾ ഫോം ചെയ്യണം. ഇപ്പം ഗവൺമെൻറ് എൻറ്റിറ്റീസ് അതിനെ പ്രോത്സാഹിപ്പിക്കാനേ പറ്റുള്ളൂ. പല സ്കീമുകളിലൂടെ പദ്ധതികൾ SME കമ്പനികൾ തുടങ്ങാൻ വേണ്ടിയിട്ട് പ്രൊസീജിയേഴ്സൊക്കെ ഈസിയാക്കി കൊടുത്തുകൊണ്ട് പല ഇന്നോവേറ്റീവ് ഐഡിയോളജിയുള്ള ആൾക്കാരെ കണ്ടെത്തി അവർക്ക് കമ്പനി തുടങ്ങാനുള്ള സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് ഇന്ന് ഇന്ത്യയിലുണ്ട്. നിരവധി കമ്പനികൾ ഇന്ത്യക്കുള്ളിൽ SME സെക്ടറിൽ ഫോം ചെയ്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ എല്ലാം തന്നെ എംപ്ലോയീസ് ഉണ്ട്. പക്ഷേ നമ്മളുടെ ആവശ്യം അതിലും കൂടുതലാണ്. കാരണം ജോബ് മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ അൺഎംപ്ലോയ്മെൻറ്റ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ വലിയ ഹ്യൂജ് മാർക്കറ്റാണ്. അപ്പോൾ ഇത്ര അൺഎംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റത്തില്ല. കാരണം ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിനൊരു പ്രോഡക്റ്റ് ഉണ്ട്, ആ പ്രോഡക്റ്റ് വിറ്റ് പോകണം. അത് വിൽക്കത്തക്ക രീതിയിലുള്ള പ്രോഡക്റ്റ് ഉള്ള ഒരു കമ്പനി ആയിരിക്കണം തുടങ്ങേണ്ടത്. അല്ലാതെ ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് 10-30 കമ്പനികൾ വെറുതെ അങ്ങ് തുടങ്ങിയിട്ട് എല്ലാവർക്കും ജോലി കൊടുത്തിട്ട് ശമ്പളം കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവിടെ ലോജിക്ക് വേണം, മനസ്സിലായി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ കണ്ണും പൂട്ടി നമ്മൾ ബ്ലൈൻഡ്ലി നമ്മളുടെ പൊളിറ്റിക്കൽ ഐഡിയോളജി വെച്ചിട്ട് നമ്മൾ പലരെയും എതിർത്തിട്ട് കാര്യമില്ല. ഇവിടെ ഇപ്പം ഈ പുതിയ പുതിയ പാർട്ടികൾ, പുതിയ യുവാക്കളുടെ പാർട്ടികളൊക്കെ വെൽക്കമബിളാണ്. അത് അവരൊക്കെ വരാം. വന്നു കഴിഞ്ഞിട്ട് അവരുടെ പുതിയ ഐഡിയ എങ്ങനെയാണ്, പുതിയ ആൾക്കാരെ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ടെക്നോളജിക്കലി രാജ്യത്തിനെ ബിൽഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആൾക്കാർ. അതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ പഴയതുപോലെ കയർ ഫാക്ടറിയും അല്ലാതെ മീൻ വളർത്തലും അല്ലാതെ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അതിനൊരുപാട് ആൾക്കാരുണ്ട്.
അതൊക്കെ പരമാവധി സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന തൊഴിലുകളാണ്. അല്ലാതെ അതൊന്നും 1-2 പേർക്ക് വേണമെങ്കിൽ അയൽവക്കത്തുള്ളവർക്ക് ഒരു ചെറിയ ജോലി കൊടുക്കാം, സീസണൽ എംപ്ലോയ്മെൻറ്റ് കൊടുക്കാൻ പറ്റും. നമ്മൾ ഒരു മീൻ വളർത്തൽ എന്ന് പറഞ്ഞാൽ മീനിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ തീറ്റ ഇട്ട് കൊടുക്കുക എന്നുള്ള ഒരു ജോലി മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള ചില പരിപാടികളൊക്കെ ഉണ്ട്, മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ടെക്നോളജിക്കലി ഉള്ള യുവാക്കൾ ഇന്ത്യക്കുള്ളിൽ, അതായത് IIT പോലെ ഇന്ത്യയിലെ വെൽ ക്വാളിഫൈഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പെട്ടെന്ന് തന്നെ ചാടിക്കയറി അമേരിക്കയിൽ പോകുന്നതിന് പകരം അവിടെ പോയിട്ട് പെർപ്ലക്സിറ്റിയിൽ നിന്നും അവിടെ പോയിട്ട് പല പല കമ്പനികൾ തുടങ്ങുന്നതിന് പകരം ഇന്ത്യക്കുള്ളിൽ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അതാണ് ഞാൻ അപ്രിഷ്യേറ്റ് ചെയ്യുന്നത്. ഈ സോഹോ എന്ന് പറഞ്ഞ കമ്പനി ഇന്ത്യയെ ബേസ് ചെയ്ത് നിൽക്കുന്നൊരു കമ്പനിയാണ്. അപ്പോൾ അതേപോലെ ഇന്ത്യയെ ബേസ് ചെയ്ത് നിൽക്കുന്ന കമ്പനികളെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. അങ്ങനത്തെ കമ്പനികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിരവധി പേർക്ക് ജോലി കിട്ടും. ടെക്നോളജിക്കലി പുതിയ ഐഡിയ ഉള്ള ആൾക്കാർ വരണം. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, ഇസ്രായേലും അമേരിക്കയും തമ്മിൽ 224 എന്ന് പറഞ്ഞിട്ടുള്ള റെഫറൻഡം 3 ദിവസങ്ങൾക്ക് മുമ്പ് അവർ സൈൻ ചെയ്തു. അതായത് മിലിറ്ററി കോപ്പറേഷൻ. ഇപ്പം പരക്കെ നമുക്കെല്ലാം മനസ്സിലാക്കാൻ പറ്റിയത് ഇനി ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ആയുധം ഉൽപ്പാദിപ്പിക്കും, അതേപോലെ തന്നെ അവർ മിലിറ്ററിയിൽ ജോയിൻ്റ് ആയിട്ട് പ്രവർത്തിക്കുമെന്നൊക്കെയല്ലേ. ആ മിലിറ്ററിയിൽ ഓൾറെഡി അമേരിക്കയും ഇസ്രായേലും ജോയിൻ ചെയ്ത് തന്നെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെന്താണ് പുതിയൊരു റെഫറൻഡം? ഈ പുതിയ റെഫറൻഡം പാസ്സാക്കിയത് എന്തിനാണെന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ടെക്നോളജി വേണം. ഇസ്രായേൽ ഇന്നത്തെ ഒരു സ്ഥിതി വിശേഷം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ലോകത്ത് തന്നെ മോഡേൺ വാർഫെയറിൻ്റെ ഒരു ലബോറട്ടറി കം ഫാക്ടറിയാണ് ഇസ്രായേൽ. ആ ഇസ്രായേലിൻ്റെ ഈ ലബോറട്ടറിക്കൽ നോളജ് ഉണ്ടല്ലോ, ഈ നോളജാണ് അമേരിക്കയ്ക്ക് വേണ്ടത്. അതിനാണ് അവർ ഈ സെനറ്റിൽ ഈ റെഫറൻഡം പാസ്സാക്കിയിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ കയ്യിലുള്ള പുതിയ ടെക്നോളജി, ആ ടെക്നോളജി അമേരിക്കയ്ക്ക് വേണം. അതായത് പുതുതായിട്ട് അവർ ഇറക്കുന്ന ആയുധങ്ങളിൽ ഇസ്രായേലിൻ്റെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള മറ്റു പല റിസർച്ച് മേഖലയിൽ അവർ കണ്ടെത്തി വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. കാരണം അവർ നിരന്തരം യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കുറേ എക്സ്പീരിയൻസ് ഉണ്ട്. ആ എക്സ്പീരിയൻസ് ത്രൂ അവർ വികസിപ്പിച്ചെടുത്തിരിക്കുന്ന കുറച്ച് ടെക്നോളജി ഉണ്ട്. ഈ ടെക്നോളജി അമേരിക്കയുടെ ആയുധങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിനെ കൂട്ടുപിടിച്ചിരിക്കുന്നത്. എനിവേ ഇസ്രായേൽ ഇതൊക്കെ കൈമാറുമോ എന്നുള്ളത് നമുക്കറിയില്ല. അവരാണെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ നിന്നും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു മിലിറ്ററി യൂണിറ്റായി മാറണമെന്ന് ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മിലിറ്ററി യൂണിറ്റാണ് IDF. എനിവേ അത് അവർ തമ്മിലുള്ള കാര്യം നടക്കട്ടെ. പക്ഷേ അതിൻ്റെ ഇടയിലുള്ള ആ ഡീലിങ്സിനെ കുറിച്ച് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ടെക്നോളജി ഇനിയിപ്പം വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇറാൻ അമേരിക്ക യുദ്ധം തികച്ചും ചൈന അമേരിക്ക യുദ്ധമായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ചൈനയാണ് ഇറാനെ റൺ ചെയ്യുന്നത്. ചൈനയുടെ വാർ മിഷനാണ് ഇറാൻ. അത് വളരെ ഓപ്പണായിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ എത്ര ഫൈറ്റർ ജെറ്റുകളുണ്ട്, അല്ലെങ്കിൽ എത്ര ടാങ്ക് ഉണ്ട്, അല്ലെങ്കിൽ എത്ര മാൻ പവർ ഉണ്ട്, ഇങ്ങനെയാണോ യുദ്ധം മുന്നോട്ട് പോകാൻ പോകുന്നത്? അതല്ലാന്നുണ്ടെങ്കിൽ ഇതിന് മറ്റൊരു വശമുണ്ട്. ഈ മറ്റൊരു വശം എന്ന് പറഞ്ഞാൽ ടെക്നോളജിയാണ് ഏറ്റവും കൂടുതൽ ഇനിയുള്ള യുദ്ധങ്ങളെ നയിക്കാൻ പോകുന്നത്. അതിലൊന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, 2 മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് സിസ്റ്റം, ഓട്ടോമാറ്റിക്കലി സിസ്റ്റത്തിനെ കൃത്യമായിട്ട് ഡയറക്റ്റ് ചെയ്ത് വെക്കുക. അത് തന്നെ സിസ്റ്റം തന്നെ സെൽഫായിട്ട് കണ്ടെത്തി പ്രവർത്തിക്കുന്ന രീതി, അതാണ് ഓട്ടോണമസ് സിസ്റ്റം എന്ന് പറയുന്നത്. സൈബർ കേപ്പബിലിറ്റി, അതുപോലെ ഇലക്ട്രോണിക് വാർഫെയർ, എബിലിറ്റി ടു ആക്ട് ഫാസ്റ്റർ ദൻ യുവർ അഡ്വേഴ്സറീസ്. നിങ്ങൾ എതിരാളികളെക്കാളും നിങ്ങൾക്ക് ഫാസ്റ്റായിട്ട് ആക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? അത് ഞാൻ ഈ മേൽപ്പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് സാധിക്കുമെന്നാണ് ഇന്നത്തെ മോഡേൺ ടെക്നോളജി പറയുന്നത്. മോഡേൺ ടെക്നോളജി വാർഫെയർ പറയുന്നത് അതാണ്. അതായത് ഒരു മനുഷ്യൻ ഒരു അഡ്വേഴ്സറിയെ കണ്ടെത്തുന്നതിന് മുന്നേ തന്നെ മെഷീൻ കണ്ടെത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു പക്ഷേ സാറ്റലൈറ്റ് ത്രൂ ഉള്ള ക്യാമറ വഴിയാവാം, ഇല്ലെങ്കിൽ നിങ്ങൾ ബോർഡറിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ക്യാമറയാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രോൺ വഴി നിങ്ങൾ അയക്കുന്ന അതിലെ ഗ്യാദർ ചെയ്യുന്ന ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ റഡാർ വഴി കിട്ടുന്ന സിഗ്നൽ ആവാം. പക്ഷേ ഇതെല്ലാം തന്നെ ഈ കോർഡിനേറ്റ്സ് എല്ലാം എത്ര വേഗം പ്രോസസ്സ് ചെയ്ത് നിങ്ങൾ ഓട്ടോണമസ് സിസ്റ്റത്തിലൂടെ കൊണ്ടുവന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ടാർഗറ്റിനെ കണ്ടെത്തി ഫയർ ചെയ്യാനുള്ള കപ്പാസിറ്റിക്ക് എത്ര വേഗത്തിൽ നിങ്ങൾ ഈ ഒരു മെസ്സേജ് കൺവേ ചെയ്യുന്നു എന്നുള്ളതിലാണ് ഇനിയുള്ള യുദ്ധങ്ങളുടെ വിജയമുള്ളത്. ഇത്തരത്തിലാണ് യുദ്ധക്കളങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ശരിക്കും ഈ ഡിഫൻസ് മേഖലയിൽ സ്ട്രാറ്റജിക് കോമ്പറ്റീഷൻ ഉള്ളത്. അമേരിക്കയ്ക്കും ചൈനയ്ക്കുമാണ് ഇതിൻ്റെ ഹൈ പ്രയോറിറ്റി. അവർ രണ്ടുപേരുമാണ് ഈ മെത്തേഡിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കുന്നതാണ് റിസർച്ച് പേപ്പറുകൾ പറയുന്നത്. നമ്മളിപ്പോഴും മിഷനറീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തത്രപ്പാടിലാണ്. പക്ഷേ അതിനേക്കാളും കൂടുതൽ ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഈ ടെക്നോളജിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI ടെക്നോളജി, അതേപോലെ തന്നെ IT ഇൻഫ്രാസ്ട്രക്ചർ, ഇതിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. പുതിയ പുതിയ സോഫ്റ്റ്വെയറുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയണം. നമ്മുടെ നാട്ടിലുള്ള എഞ്ചിനീയറിംഗ്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പഠിച്ച കുട്ടികൾ, അതിൽ അഗ്രഗണ്യരായിട്ടുള്ള കുട്ടികളുണ്ടാവും. പ്രോഗ്രാമിംഗ് സ്കില്ലൊക്കെ ഹൈ ലെവലിൽ ആക്യുറേറ്റ് ആയിട്ട് എഴുതുന്ന കുട്ടികളൊക്കെ ഉണ്ട്. ഇവരെയൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് ഇവരെയൊന്നും പുറത്ത് വിടരുത്. ഒരു അക്കാഡമിക് ഇയറിൽ +2 കമ്പ്യൂട്ടർ സയൻസിൽ, അതേപോലെ തന്നെ എഞ്ചിനീയറിംഗിൽ, ഏതെങ്കിലും ഗ്രാജുവേഷനിൽ
ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഹൈ പെർഫോമൻസ് കാഴ്ചവെക്കുന്ന കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്ത് അവരെ DRDOയുടെ കീഴിൽ കൊണ്ടുവരിക. അവർക്ക് കൃത്യമായിട്ടുള്ള പൈസ കൊടുക്കും. പൈസ ഉണ്ടല്ലോ, രാജ്യത്ത് പണമുണ്ടല്ലോ, അതങ്ങ് കൊടുക്കുക. ഇത്ര വലിയ എക്കണോമി അത്ര വലിയ എക്കോണമി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിനൊക്കെയാണ് നമ്മൾ R&Dക്ക് പണം മുടക്കുക എന്ന് പറയുന്നത്. ബില്യൺ കണക്കിൽ പൈസയാണ് മറ്റുള്ള രാജ്യങ്ങൾ ഈ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് മേഖലയിൽ മുടക്കുന്നത്. നമ്മൾ ചിലപ്പോൾ 50 കുട്ടികൾക്ക് മുടക്കുമ്പോൾ അതിൽ ചിലപ്പോൾ 5 എണ്ണം നമുക്ക് വലിയ രീതിയിലുള്ള റിട്ടേൺസ് ഉണ്ടാക്കി തരും. ഇതിങ്ങനെ വേണം ചിന്തിക്കാൻ. അല്ലാതെ നമ്മൾ നഷ്ടക്കച്ചവടമാണെന്ന് ഓർത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് മുന്നോട്ട് വരാൻ പറ്റില്ല. നമ്മൾ R&Dക്ക് എത്രമാത്രം പൈസ മുടക്കുന്നോ അത്രമാത്രം നമുക്ക് റിട്ടേൺസ് കിട്ടും. 50,000 പേരെ നമ്മൾ സെലക്ട് ചെയ്താൽ നമുക്ക് ഒരു 100 പേരെ അതിൽ നിന്ന് കിട്ടും. ആ 100 പേരുടെയും ഐഡിയ എന്ന് പറയുന്നത് ചെറുതായിരിക്കില്ല. എനിവേ ഇതൊക്കെ നമുക്കിരുന്ന് പറയാനേ പറ്റുള്ളൂ. ഇനിയിപ്പോൾ അമേരിക്കയുടെ ഒരു പുതിയ തന്ത്രം എന്ന് പറഞ്ഞാൽ വെസ്റ്റിൻ്റെ ഗ്രൂപ്പിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളൊരു പുതിയ തന്ത്രവുമായിട്ടാണ് അമേരിക്ക ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരിപ്പം എല്ലാ സ്ഥലങ്ങളിലും സ്ട്രെങ്തനിങ് വെസ്റ്റേൺ ഗ്രൂപ്പ് അതാണ് ഇപ്പോൾ അവർ പറയുന്നത്. കാരണം നമ്മൾ ഈ ഗ്ലോബൽ സൗത്ത് ബ്രിക്സ് എന്നൊക്കെ പറയുന്നത് പോലെ ഗ്ലോബൽ സൗത്തും ബ്രിക്സും വെസ്റ്റിനെതിരാണല്ലോ. അപ്പം അവർ വെസ്റ്റേൺ ഗ്രൂപ്പുകളെ ശക്തിപ്പെടുത്തണം എന്നുള്ള നിലയിൽ അവർ ഒരു സൈഡിൽ ഒരു മോട്ടോയോടുകൂടി ഇറങ്ങിയിട്ടുണ്ട്. 1944 ജൂൺ 6 അമേരിക്കയും ഫ്രാൻസും ഒരു ജോയിൻ്റ് ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രാൻസിലെ നോമാൻഡി എന്ന് പറഞ്ഞ സ്ഥലത്ത് പീറ്റർ ഹെക്സത്ത്, അമേരിക്കയുടെ വാർ സെക്രട്ടറി പീറ്റർ ഹെക്സത്ത് അവിടെ ഒരു സ്പീച്ച് കൊടുക്കുന്നുണ്ട്. വളരെ ശക്തമായിട്ടുള്ള സ്പീച്ച്, അറൗണ്ട് 15 minutes ആണ് എൻറ്റയർ സ്പീച്ച്. അപ്പോൾ അതിൽ പുള്ളിക്കാരൻ ഊന്നി പറഞ്ഞത് ഈ വിഷയങ്ങളാണ്. അതായത് വെസ്റ്റേൺ ചേരിയെ ശക്തിപ്പെടുത്തുക, അതായത് വെസ്റ്റേൺ രാജ്യങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരുടെ യൂണിറ്റി അതിന് പ്രാധാന്യം കൊടുക്കുന്ന രീതിയിലാണ് ആ സ്പീച്ച് ഉണ്ടായിരുന്നത്. റിന്യൂഡ് വെസ്റ്റേൺ സ്ട്രെങ്ത്, അതുപോലെ തന്നെ അലൈഡ് യൂണിറ്റി, അതുപോലെ മിലിറ്ററി റെഡിനെസ്, ഈ 3 കാര്യങ്ങളെ ഫോക്കസ് ചെയ്താണ് പുള്ളിക്കാരനോട് സംസാരിച്ചത്. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ഇറാൻ യുദ്ധം ഇങ്ങനെ ഇഴഞ്ഞുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ യൂറോപ്പിൻ്റെ സപ്പോർട്ടും നാറ്റോ രാജ്യങ്ങളുടെ സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട് അമേരിക്ക. അതിലേക്കുള്ള പോക്കായിട്ടാണ് ഇതിനെ നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. DRDO ഇന്ത്യയുടേതായിട്ടുള്ള ഇൻഡിജീനിയസ് AI ഡിഫൻസ് സോഫ്റ്റ്വെയർ തയ്യാറാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡിഫൻസ് മേഖലയിലുള്ള സൈബർ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാനാണ് ഈ ടെക്നോളജി ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ സ്വന്തം ടെക്നോളജിയാണെന്നാണ് DRDO അവകാശപ്പെടുന്നത്. എനിവേ അങ്ങനെ ഡിഫൻസിന് വേണ്ടിയിട്ട് ഇവരിങ്ങനെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് കിട്ടുന്ന രീതിയിൽ, സിവിലിയൻസിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ അതിനെ മോഡിഫൈ ചെയ്ത് അതിനെ പബ്ലിക് യൂസേജിന് കൊടുക്കാനും കഴിയണം ഭാവിയിൽ. അപ്പം AI ടെക്നോളജി നമുക്കുണ്ടാകുന്നത് നല്ല കാര്യമാണ്. അപ്പോൾ അത് പ്രൈവറ്റ് സെക്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകളെ ആകർഷിക്കാൻ അത് സഹായകരമാവും. കാരണം ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല സംഗതികളും ഡിഫൻസിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ച സാധനങ്ങൾ തന്നെയാണ്. ആ ടൂളുകളാണ് പിന്നീട് സിവിലിയൻസിന് വേണ്ടിയിട്ട് ചെറിയ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിക്കൊണ്ട് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കൊടുത്തിരിക്കുന്നത്. UK ഫോറിൻ സെക്രട്ടറി ഇന്ത്യ സന്ദർശനം നടത്തിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 2 ദിവസം അവർ ഇന്ത്യയിലുണ്ടായിരുന്നു. ഇന്നോടുകൂടി സന്ദർശനം അവസാനിക്കുകയാണ്. ശരിക്കും റെയർ എർത്ത് എലമെൻറ്റ്സ്, പ്രത്യേകിച്ച് മിനറൽ സെക്ടറിലും അതേപോലെ മാരിടൈം കോപ്പറേഷൻ, ഈ 2 വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച നടന്നത്. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കറുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വിവിധ ചർച്ചകളൊക്കെ നടത്തിയിട്ടാണ് UK ഫോറിൻ സെക്രട്ടറി മടങ്ങുന്നത്. ഒരു സിംഗപ്പൂർ ബ്ലോക്ക് കമ്പനി ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. വളരെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ്. ചൈനയുടെ ആപ്പുകൾ കൃത്യമായിട്ട് അവർ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചില പ്രത്യേക ആപ്പുകൾ അവർ നിർമ്മിച്ചിറക്കുന്നുണ്ട്. ഇവരെങ്ങനെയാണ് ഇന്ത്യൻ കമ്മ്യൂണിറ്റി ടാർഗറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ റിപ്പോർട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. കാരണം സെപ്പറേറ്റ് നോക്കേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോയിൽ പറഞ്ഞ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.